സന്തോഷമുണ്ട്, ശേഷം പടം കണ്ടു. കൃഷ്ണന്റെ കേക്ക് നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല മൂവി, അതാണ്. ഇപ്പം നമ്മളൊരു ഫോറിൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബർഗറും അങ്ങനത്തെ മെക്സിക്കൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മലയാള ഊണ് കഴിക്കുമ്പോഴുള്ള ശാപ്പാട് കഴിക്കുമ്പോഴുള്ള സന്തോഷം, റിയൽ മലയാള സിനിമയുടെ എല്ലാ ചേരുവകളും ചേർന്ന് ഒരു നല്ല കുടുംബ ചിത്രം എന്ന് പറയാൻ പറ്റും. ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. എങ്ങനെയാണെന്ന് ഞാനാണ് പറയുന്നത്, നിങ്ങൾ പറ. ഇഷ്ടപ്പെട്ട? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേട്ടൻ്റെ ഇതുവരെയുള്ള കാണാത്ത വേഷങ്ങൾ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. പിന്നെ ട്രൈ ചെയ്യാം അല്ലേ? ഇനിയിപ്പോൾ അച്ഛനുള്ള വേഷം ചെയ്യാം. ഞങ്ങളൊക്കെ ഇൻ ഹൗസ് ആൾക്കാർ. അതായത് ഒരു എന്താ പറയുക, നമ്മുടെ പുതിയ 2026 ഒരു പുതിയ തരം ലവ് സ്റ്റോറി, നാടനും മോഡേണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തരം ലവ് സ്റ്റോറിയാണ്. സിമ്പിൾ ഗുഡ് മൂവി. നമ്മുടെ നാദൃഷ്ടിക്കാട് ഒരു മൂവിയല്ലേ, അപ്പോൾ അതിനകത്ത് അതിൻ്റേതായ ചേരുവകളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഓൾ ഇൻ വൺ. ഓക്കെ, ഞാനല്ല പറയേണ്ടത്. അല്ല, ഞാൻ ഹാപ്പിയാണ്. കാണുന്നവരാണ് ഹാപ്പി ആവേണ്ടത്, അവരല്ല പറയേണ്ടത്. സന്തോഷം. ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങൾ കുറച്ച് പുതിയ ആൾക്കാരുടെ പടമാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അഭിപ്രായങ്ങൾ അറിയിക്കണം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ അഭിപ്രായം പ്രേക്ഷകരുടെ? അടിപൊളിയായിട്ട്, സൗണ്ടില്ല. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ശബ്ദം തെറ്റി, സൗണ്ട് പോയി, തൊണ്ടവേന. എല്ലാവരും പടം കാണണം കേട്ടോ. നല്ല നല്ല ഫിലിമാണ്. ഫാമിലി എൻ്റർടൈനർ, വെരി സിമ്പിൾ, പക്ഷെ ഫാമിലി ആയിട്ട് പോയിട്ട് ഇരുന്ന് കാണാൻ പറ്റും. എൻ്റെ ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ എങ്ങനെയൊന്നും അഭിപ്രായം പറയുന്ന ആളൊന്നുമല്ല, പക്ഷെ നല്ല അഭിപ്രായം പറഞ്ഞു, നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. എനിക്ക് അമ്മ പറഞ്ഞ പോലെയാണ് ചേച്ചി. പിന്നെ ചേട്ടനും അനിയനും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒരാൾ കോഴിക്കോട്, ഒരാൾ തിരുവനന്തപുരത്തുമാണ് കാണുന്നത് തിയേറ്ററിൽ നിന്ന്. അപ്പോൾ അവർ പറയും എന്താണ് റിപ്പോർട്ട്. കോമഡി